സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിൽ വീഡിയോ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് കോഴിക്കോട് സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്ത കേസിലെ പ്രതി ഷിംജിത മുസ്തഫയ്ക്ക് കോടതി ജാമ്യം നിഷേധിച്ചു. നിലവിലെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തപ്പെട്ട റിമാൻഡിലാണ് ഷിംജിത. ജാമ്യം നൽകിയാൽ പ്രതി സാക്ഷികളെ സ്വാധീനിക്കുമെന്ന പോലീസ് റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയാണ് കുന്നമംഗലം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് ജാമ്യം നിഷേധിച്ചത്. പ്രോസിക്യൂഷൻ വാദങ്ങൾ ശരിവെച്ച കോടതി ജാമ്യം നിഷേധിച്ചെങ്കിലും മേൽക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകാനാണ് തീരുമാനമെന്നും ഉടൻ ജില്ലാ കോടതിയിൽ ജാമ്യഹർജി ഫയൽ ചെയ്യുമെന്നും ഷിംജിതയുടെ അഭിഭാഷകൻ അറിയിച്ചു. ജാമ്യാപേക്ഷയിൽ 24-ാം തീയതി തന്നെ വാദം പൂർത്തിയായിരുന്നു. സമൂഹ വിചാരണ നടത്തണമെന്ന ലക്ഷ്യത്തോടെയാണ് ഷിംജിത വീഡിയോ ചിത്രീകരിച്ചതെന്നും പ്രചരിപ്പിച്ചതെന്നും ഇതിലെ മനോവിഷമത്താലാണ് ദീപക് ആത്മഹത്യ ചെയ്തതെന്നും സാക്ഷികളുടെ മൊഴിയും തെളിവുകളും ശേഖരിച്ചു വരികയാണെന്നും അന്വേഷണ സംഘം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം കോടതി പരിഗണിച്ചു. ദീപക്കുമായി മുൻപരിചയമില്ലെന്നും ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കില്ലെന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. ഷിംജിത വീഡിയോ പോസ്റ്റ് ചെയ്ത ഫോൺ പോലീസ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. പയ്യന്നൂരിൽ സ്വകാര്യ ബസിൽ ലൈംഗികാതിക്രമം നടന്നുവെന്ന ആരോപണം ഉന്നയിച്ചാണ് ഷിംജിത സാമൂഹ്യ മാധ്യമങ്ങളിൽ വീഡിയോ പങ്കുവച്ചത്. ഇതേ തുടർന്നാണ് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയത്. കേരള പ്രണാമം ന്യൂസ്, കോഴിക്കോട്.